അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിലില്ലാഹ്. അഞ്ചാമത്തെ ലക്ഷണം, അത്തരക്കാരായ ഈമാനിന്റെ ദുർബലതയുള്ള ആളുകൾ പിശുക്കന്മാരായിരിക്കും. ഈമാനിൽ അഥവാ വിശ്വാസത്തിലും ഇബാദത്തിലും അവരങ്ങേയറ്റം അടിച്ചു വീശുന്ന കാറ്റാണെങ്കിലും ദാനധർമ്മത്തിലും ജനങ്ങളെ സേവിക്കുന്നതിലും എന്തെങ്കിലും പൈസ ഇറക്കുന്നിടത്തും അവരമ്പേ പിശുക്കന്മാരായിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകളെ പറ്റി പറയാറില്ലേ, ആള് നല്ല ദീനിയാ, ഒരു 5 പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ പടച്ചമ്പുരാനെ മേൽമെന്നൊരു ശരീരത്തുനിന്നൊരു കഷ്ണം അരിഞ്ഞു കൊടുക്കുന്ന മാതിരിയാ, കിട്ടൂല. നല്ല ഈമാനൊക്കെ ആയിരിക്കും, നല്ല പ്രവർത്തകനുമായിരിക്കും. പക്ഷെ പിശുക്ക് കണ്ടുപിടിച്ചത് ഇവനാണോ എന്ന് തോന്നിപ്പോകുന്ന മാതിരി ഒരു 500 അല്ലെങ്കിൽ ഒരു പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ അതിന് 100,000 മാറ്റങ്ങൾ കാരണങ്ങൾ കണ്ടെത്തും. അതും അള്ളാന്റെ മാർഗത്തിൽ യഥേഷ്ടം അല്ലാത്ത വിഷയത്തിൽ അവൻ ചെലവഴിക്കും. ആ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഇന്നെല്ലാ രംഗത്തും ചിലർ പെർഫെക്റ്റാ. പക്ഷേ ഇങ്ങനെ പരോപകാരം ചെയ്യാന്നുള്ള വിഷയത്തിൽ മാത്രം ആളുകൾ എത്രയോ പിന്നില. ഒരാൾക്ക് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് നന്മ ചെയ്യുക, എല്ലാ കാര്യത്തിലും ചിലർക്ക് പിശുക്കായിരിക്കും. സ്വഭാവത്തിൽ പോലും പിശുക്ക് കാണിക്കുന്നവരുണ്ട്. ചിരിക്കാൻ പിശുക്ക്, ഒരു മസിൽ പിടിച്ച് ഗൗരവം കാണിച്ച് ജീവിച്ചാലാണ് വിലാന്ന് ചിന്തിക്കുന്നവർ, ആൾക്കാരോട് ഇങ്ങനെ മനസ്സറിഞ്ഞ് ഇടപെടുന്നവരുന്ന് പിശുക്ക്, ഭാര്യനോടൊന്ന് സൗഹൃദം പറഞ്ഞ് ഒന്ന് കമ്പനി ഓടുന്നതിന് പിശുക്ക്, ഭർത്താവിനോടൊന്ന് കൊഞ്ചുന്നതിന് പിശുക്ക്. ഇതൊക്കെയാണ് മനുഷ്യന്മാരുടെ ജീവിതം. എല്ലാ കാര്യത്തിലും ഒരു തരം പിശുക്ക്. ആർക്കെന്തെങ്കിലും കൊടുക്കുന്നതിന് പിശുക്ക്, വീട്ടിൽ കയറി വരുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതിന് പിശുക്ക്. എന്നാൽ ചില വീടിനെ പറ്റിയിട്ട് ചില ആളുകൾ പറയാറുണ്ട്, അമ്മയുള്ള കാലത്ത് ചെന്നാൽ ഒരാൾക്ക് വെള്ളം തരാണ്ട് ഉമ്മ വിടൂല, ഇപ്പോഴോ അപ്പോരൻ്റെ പാടി ചവിട്ടാൻ തോന്നൂല. രണ്ടും വ്യത്യാസമുണ്ട്. ആളുകൾക്ക് കൊടുക്കാൻ മടിയാ. ചെലവില്ലാത്ത എന്തും മനുഷ്യൻ ചെയ്യും. ചെലവുള്ളത് വന്നാൽ മനുഷ്യനൊന്നും പിടിച്ചേക്കും. നമ്മളൊക്കെ തമാശക്ക് പറയാറില്ലേ, നിസ്കാരത്തിന് 100 റുപ്യ ഒതുവിന് 50 റുപ്യ ആക്കി നോക്കി. ഒരൊറ്റ മനുഷ്യന്മാരും പള്ളിയിൽ പിന്നെ അധികം ഉണ്ടാവില്ല. ചെലവില്ലാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പൈസ ചെലവുള്ള കാര്യം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കും, മൂപ്പരെ കാണാം, വില കാണാം, ഓല കാണാം. അതെന്താ, ഓന് ബിസിനസ് ഉണ്ട്, ഇവൻ ഗൾഫിലാണ്, മൂപ്പരെ 3 മക്കൾ ഗൾഫിലാണ്. അപ്പം നമുക്കെന്താ, അല്ല നമ്മൾ അനക്കിക്കൂടാ. ഈമാനിന്റെ ദുർബലതയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിന്റെ കയ്യിലുള്ളത് എടുത്തു വെക്കും. എന്നിട്ടാ ചോദിക്കുക, സഹാബത്തെ ആരുണ്ട് കടം തരാൻ? ഇസ്ലാമിനാ. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും ഇസ്ലാമിന് വേണ്ടി കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ സ്വത്തും കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുഴുവനും കൊടുത്തു. അലി ബിൻ അബീ ത്വാലിബ് ദരിദ്രനാണെങ്കിലും കയ്യിലുള്ളത് മുഴുവനും കൊടുത്തിട്ടുണ്ട്. അവസാനം കൊടുക്കാനില്ലാത്ത സഹാബാക്കൾ കിടക്കുന്ന കട്ടിൽ വിറ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മരുഭൂമി കൂടെ നടന്നു പോകാൻ പറ്റാത്ത സഹാബാക്കൾ ചെരുപ്പ് വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഈത്തപ്പന ഓല കെട്ടിവെച്ച് നടന്നിട്ടുണ്ട്. ഇന്ന് പടച്ചോൻ എത്ര തന്നാലും കൊടുക്കുന്ന വിഷയത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. പക്ഷെ 10 റുപ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസ. അത്രയും പിശുക്ക് കാണിക്കുന്നവർ പല നിലക്കും. ഒരു ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും ആൾക്കാർ പിശുക്ക് കാണിക്കലുണ്ട്. ഒരു നല്ല ഭക്ഷണം പൊരയിൽ പണിക്ക് വരുന്നതിനൊരു നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അവൻ പണിക്കാൻ എത്ര മതി, ആ ലെവല്. ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ചിലരെ മനസ്സാണ്. നമുക്ക് വേണ്ടാത്തതാ കൊടുക്കുക. വേണ്ട അവിടെ വെക്കും, വേണ്ടാത്തത് കൊടുക്കും. പൊരേ പണിക്കാരൻ വന്നാൽ ഒരു മാസം മുമ്പ് വാങ്ങിയ ചിപ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ഇന്നലെ വാങ്ങിയ സ്പെഞ്ച് അടക്കും. അത് തീരണം. അയൽപ്പക്കക്കാരൻ്റെ മക്കൾ 3 ദിവസം വിട്ടുകൂടെ നടന്നാലും നമ്മളെ ഫ്രിഡ്ജിലുള്ളത് നമ്മൾ അനക്കൂല. നമ്മളെ മക്കൾക്ക് വേണ്ടാന്ന് തോന്നുമ്പം അതിനി കളയണ്ടാന്ന് കരുതിയിട്ട് അയൽപ്പക്കത്തെ മക്കളോട് വയ്ക്കും, കുറച്ച് ഫുഡ് ഉണ്ട് അതിനും വേണ്ടിയിരുന്നോ. ആ മനസ്സാ മനുഷ്യൻ. ഓൻ 5 വക്ത് നിസ്കരിക്കുന്നവനും നിസ്കാരപ്പാരയുന്ന ഇതിനൊക്കെ തമ്പയ്യാ പൊരയിലുള്ളത്. ഖുർആൻ 4 തവണ മാസത്ത് കോതി തീർക്കുന്ന അമ്മ. ഈമാനിന്റെ ദുർബലതയാ, ഈമാനിന്റെ ദൗർബല്യാണ്. ആ ദുർബല ഈമാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അള്ളാനെ കണ്ടുമുട്ടാൻ പറ്റൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, വയംനഊനൽ മാഊൻ, പരോപകാരം തടയുന്ന മനുഷ്യരുണ്ടാകും. ഒരു ഗുണവും മറ്റുള്ളവർക്ക് ചെയ്യൂല. ഒരു ഗുണവും വേറൊരാൾക്ക് ചെയ്തു കൊടുക്കൂല. ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഓൻ എന്തെങ്കിലും ലക്ഷ്യം കാണും.
ഇന്ന് നമ്മൾ പറയാറുണ്ട്, നാട്ടുകാരെ നിന്ന് പിടിച്ച സക്കാത്തിന്റെ ഫണ്ട് കൊടുക്കണമെങ്കിലും ഓൻ്റെ ഉള്ളിൽ വേറൊരു ലക്ഷ്യം ഉണ്ടാവും. പൊരപ്പണിക്ക് കിട്ടുന്നവനാണെ ഓന് സക്കാത്തിന്റെ ഫണ്ട് അനുവദിക്കും. നമ്മളെ പൊരപ്പണിക്ക് സഹായിക്കാത്തോളാണെങ്കിൽ ഒക്കെ സക്കാത്തിന്റെ ഫണ്ടൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെയാ സക്കാത്തിന്റെ ഫണ്ട് വരെ ആളുകൾ വിതരണം ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ. ആ മനസ്സാ ചിലർക്ക്. നമുക്ക് ഗുണമുണ്ടെങ്കിൽ ഓന് സക്കാത്തുണ്ട്, ഓന് വരിസംഖ്യ ഉണ്ട്, അല്ലെങ്കിൽ ഓനിങ്ങനെ പെൻഷൻ ഉണ്ട്, മഹലിന്റെ വക എല്ലാം ഉണ്ട്. നമ്മൾ ആർക്കും കൊടുക്കും. നമ്മൾക്ക് വലിയ ഗുണമൊന്നുമില്ല, നമ്മളെ കാണുമ്പോൾ ചിരിക്കണില്ല, നമ്മളെ പുരക്ക് കല്യാണം ഉണ്ടായിട്ടോ സഹകരിച്ചില്ല, ഒരു മനുഷ്യനും പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. വയംനഊനൽ മാഊൻ. ഒരു പരോപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും പറയാൻ വലിയ ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യജ്തമിഉ ശുഹ് വൽ ഈമാനു. ലാ യജ്തമിഉ, ഒരിക്കലും ഒരുമിച്ച് കൂടുകയില്ല, അശുഹ് പിശുക്കും, വൽ ഈമാൻ ഈമാനും. ഈമാനും പിശുക്കും ഒരുമിച്ചിരിക്കുകയില്ല. ഫി ഖൽബി അബ്ദിൻ അബദാ. ഫി ഖൽബി അബ്ദിൻ, ഒരടിമയുടെ മനസ്സിൽ, അബദാ ഒരിക്കലും, ഒരടിമയുടെ മനസ്സിൽ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഈമാനും, ഒന്ന് പിശുക്കും. അത് രണ്ടും ആ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതിൽ പിശുക്കിനായിരിക്കും സ്ഥാനം, ഈമാൻ ഉണ്ടാവൂല. പിശുക്കുള്ള മനസ്സിൽ ഈമാൻ വരൂല, ഈമാനുള്ള മനസ്സിൽ പിശുക്കും വരൂല. അതിലേതാ എൻ്റെ നിങ്ങൾ ഈ മനസ്സിലുള്ളത് എന്ന് ചിന്തിച്ചാൽ നമുക്കുത്തരം കിട്ടും. നമുക്കുത്തരം കിട്ടും. നല്ല കാര്യങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവരുണ്ട്, ഒരുപാട് കൊടുക്കുന്നവരുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ട്. അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൊടുക്കുന്നതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പള്ളി അങ്ങനെ കൊടുത്തവരാ. നമ്മളെ നാട്ടിലെ പള്ളിയിലെ വാട്ടർ ടാങ്ക് അങ്ങനെ കൊടുത്തതാ. ഓരോരുത്തരും ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്ന ആ പ്യൂരിഫൈന്റെ വാട്ടർ സെറ്റിങ്സ് പോലും അങ്ങനെ ആളുകൾ കൊടുത്തതാ. പക്ഷെ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കുണ്ടായ ഗുണം, അല്ലെങ്കിൽ പടച്ചോന്റെ മാർഗത്ത് കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പം അങ്ങനത്തെ വൽങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. ഇപ്പോഴും പെൻഡിങ് ആയിരിക്കും, കുടിശ്ശികയായിരിക്കും പലരുടെയും വരിസംഖ്യ. അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകളും ഈമാനിന്റെ ദുർബലതയുള്ളവരാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത്തൊരു ലക്ഷണം പറഞ്ഞു, ഇത്തരക്കാർക്ക് ദുനിയാവിനോട് വലിയ ആസക്തിയായിരിക്കും. ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരും പെരുമയും, അതോടൊപ്പം ദുനിയാവ് സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക, ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ളത് മക്കളൊപ്പരം കുടുംബത്തിൻ്റെ ഒപ്പരം ലാവിഷായിട്ട് ജീവിക്കുക എന്നൊരു മനസ്സാണ്ടാവുക. ഇവിടെ നിന്ന് പോകേണ്ടതാണ്. ഞാനൊരു യാത്രയിൽ മാത്രമാണ് ഈ ദുനിയാവ്. ഉമ്മ ഗർഭത്തിൽ പ്രസവിച്ചു, പുറം ഞാൻ കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്മണ്ട കാരക്കുന്നത്ത് ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് എത്തുന്നത് വരെ. 40 40 കഴിഞ്ഞവരെ ഇനിയൊരു 40 കിട്ടൂല, 50 കഴിഞ്ഞവരെ ഇനിയൊരു 50 കിട്ടൂല, 60 കഴിഞ്ഞവരെ 120 ഒരിക്കലും ആയിക്കൊള്ളണമെന്നില്ല. അത്ര അടുത്ത മരണം. ആ ആയുസിന്റെ ഇടക്ക് ദുനിയാവിൽ നമ്മൾ വെച്ചതൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകേണ്ടതാ. മരണം എന്നാൽ സർവ്വ ആസ്വാദനത്തിന്റെയും അവസാനമല്ല, സർവ്വ അവകാശത്തിന്റെയും അവസാനമാ. സർവ്വ അവകാശങ്ങളുടെയും അവസാനം. എന്റേതെന്ന് പറഞ്ഞിരുന്ന 60 സെന്റ് മരണത്തിന് ശേഷം എന്റേതല്ല, എന്റെ 4 മക്കൾക്കുള്ളതാ. എന്റേതെന്ന് പറയുന്ന എന്റെ വാഹനം എന്റെ മരണശേഷം എന്റെ ഏതെങ്കിലും ഒരു മകനെടുത്ത് ബാക്കി പൈസ മറ്റുള്ള മക്കൾക്ക് കൊടുക്കും. എന്റേതെന്ന് പറയുന്ന വള, മാല, ഖണ്ഡാഭരണം, ചെവിയിലുള്ളത്, അരയിൽ കെട്ടിയത്, കഴുത്തിലിട്ടത്, വിരളിൽ തിരികിയത് ഞാൻ മരിക്കാൻ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴേക്കും മക്കൾ ഊരിച്ചിട്ടുണ്ടാകും. അതൊന്നെങ്കിൽ ഇളയോക്ക് കൊടുക്കും, അല്ലെ മൂത്തോക്ക് കൊടുക്കും. ഈ ദുനിയാവിൽ ഒന്നും എന്റെ കൂടെ കൊണ്ടുപോകുന്നില്ല. കാരണം ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനൊന്നും ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഒരു ഉടുക്കുന്ന വസ്ത്രം പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആ ഗർഭത്തിൽ വായു തന്നതിന്റെ റബ്ബ, വെള്ളം തന്നതിന്റെ റബ്ബ, ഉമ്മനെ കൊണ്ടിന്നെ പരിചരിച്ചതിന്റെ റബ്ബ, ഈ ദുനിയാവിലേക്ക് വന്നപ്പോഴും വായു തന്നതിന്റെ റബ്ബ, വെള്ളം തന്നതിന്റെ റബ്ബ, എന്നെ സ്നേഹിപ്പിക്കാൻ കുടുംബത്തെ തന്നതും എന്റെ റബ്ബ. ഞാൻ ജീവിച്ച ഓരോ സെക്കൻഡും എന്റെ റബ്ബിനെ പരിപാലിച്ചു. അവസാനം റബ്ബിന്റെ അവസരം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ 6 അടി മണ്ണിലേക്ക് അങ്ങ് ചേർന്ന് കിടക്കും. ആ മരണത്തെ പറ്റിയിട്ടൊരു ചിന്തയുണ്ടാവൂല. ദുനിയാവ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ദുനിയാവ് ഭയങ്കര മനോഹരമാക്കുക, ഓരോ ദിവസവും വെറൈറ്റികളാക്കുക എന്നൊരു മനസ്സ് അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകുക. ഈമാനിന്റെ ദുർബലത ഉള്ളവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ. ആർത്തി പിടിച്ച കരങ്ങൾ ഭക്ഷണപാത്രത്തിലേക്ക് ആർത്തി പൂണ്ടുവരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ശത്രുക്കൾ ആർത്തി പിടിച്ചു വരും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ അന്ന് നമ്മൾ കുറവായിരിക്കുമോ? നമ്മൾ ന്യൂനപക്ഷം കുറഞ്ഞ ആളുകളായതുകൊണ്ടാണോ ശത്രുക്കൾ നമ്മളെ നേരെ ഇടിച്ചു കയറുന്നത്? നബി പറഞ്ഞു, അല്ല, ബൽ അൻതും കസീറ, അന്ന് നിങ്ങൾ കൂടുതലായിരിക്കും.
അന്ന് രാജ്യങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇസ്ലാമുകൾക്ക് എന്തുണ്ടാവൂല? ഒരു ഇസ്സത്ത് ഉണ്ടാവൂല. കാരണം അവർ ജീവിക്കുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. ദുനിയാവിലെ പവറിനും പത്രാസിനും സഹാബാക്കൾ പറഞ്ഞു റസൂലെ വിശദീകരിച്ചാലും അള്ളാഹു ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് ഭയം നീക്കിക്കളയും മുസ്ലിമീങ്ങളെ തൊട്ട്. എന്ത് ഭയം? അവരുടെ ഈമാനിന്റെ ഇസ്സത്തിനെ പറ്റിയുള്ള ഭയം ശത്രുക്കളെ മനസ്സിൽ നിന്ന് അള്ളാഹു നീക്കിക്കളയും. പകരം അള്ളാഹു അവിടെ നിറയ്ക്കുന്നത് ബലഹീനതയായിരിക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ വമൽ വഹൻ, എന്താണ് ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ? അള്ളാഹ് അവരെ മനസ്സിൽ ബലഹീനത നിറയ്ക്കുന്നു പറഞ്ഞില്ലേ റസൂലേ? ആ വിശ്വാസികളെ മനസ്സിൽ പടച്ചു നിറച്ച ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു. സഹാബത്ത് കേൾക്ക റസൂലുള്ള ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഭ്രമവും മരിക്കാനുള്ള പേടിയായിരിക്കും അത്. അപ്പം ദുനിയാവിനോടുള്ള മഹബത്തും മരിക്കാനുള്ള ഒരു പേടിയും മനസ്സിലുണ്ടേ ഉറപ്പിച്ചോളൂ, ആ ഹൃദയം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ബലഹീനമായതാ. ഈമാനിന്റെ ദുർബലതയാണത്. മരണം കൺമുൻപിൽ കണ്ടിട്ടും 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞ ഹുദൈഫ റളിയല്ലാഹു അൻഹു, കൺമുൻപിൽ മരണം കണ്ടിട്ടും കയ്യിലുള്ള കാരക്ക് അടുത്തുള്ളവന്റെ കയ്യിൽ കൊടുത്ത് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിയിറങ്ങിയ ഉമൈർ റളിയല്ലാഹു അൻഹു, ശത്രുവിന്റെ ചാട്ടുളിയേറ്റ് മാറു പളർന്നിട്ടും ഉള്ള ജീവൻ വെച്ച് ശത്രുവിനെ തുരത്താൻ മുൻപിലേക്ക് ഒന്നും കൂടി ആഞ്ഞു നോക്കിയ ഹംസ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർക്ക് ദുനിയാവല്ലായിരുന്നു വലുത്, ആഖിറ വലുത്. ചുട്ടുപയിപ്പിച്ച പരവതാനിയിൽ മലർത്തിക്കടത്തി പുറം ഒന്നടങ്കം പൊള്ളിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിൽ കച്ചവടം തുടങ്ങിയപ്പോൾ വലിയ ലാഭം. ജനങ്ങളൊക്കെ പറഞ്ഞു ഹുബൈബിന് ലോട്ടറി അടിച്ചു, ഭയങ്കര ലാഭം, കച്ചവടം എന്താ ഫേമസ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്ന് കരയാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഹുബൈബ് എന്തിനാ കരയുന്നത്? ഉമറെ, കച്ചവടം വലിയ ലാഭത്തിലാ, ഓരോ ദിവസവും എനിക്ക് ലാഭം കൂടുക, എന്റെ കച്ചവടത്തെ സ്ഥാപനത്തെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായം. ഉമർ തന്നെ ചോദിച്ചു, സന്തോഷിക്കണ്ടേ ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, റസൂലേ, ഉമറെ, അള്ളാഹ് സ്വർഗത്തിൽ തരാൻ ഉദ്ദേശിച്ചത് ദുനിയാവിൽ അനുഗ്രഹമായി തന്നു തീർക്കാണോ എന്ന് എനിക്കൊരു പേടി. പടച്ചോൻ എനിക്ക് സ്വർഗത്ത് തരാൻ വിചാരിച്ചത് ദുനിയാവിൽ തന്നു തീർക്കാണോ എന്ന് എനിക്കൊരു പേടി. എനിക്ക് വേണ്ട ഉമർ, എനിക്ക് ദുനിയാവിൽ വേണ്ട ഉമർ, എനിക്ക് ആഖിറത്തിൽ മതി. അത് ഈമാൻ. ഇന്ന് കിട്ടുന്നത് മതിയാകാതെ ആർത്തി പിടിച്ച് തൊട്ടപ്പുറത്തുള്ളവൻ്റെ എങ്ങനെ പൂട്ടിക്കാന്നുള്ള വെപ്രാളത്തിലൂടെ ദുനിയാവ് മോഹികള്. ഓൻ്റെ അന്നം മുട്ടിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം, ഓനെ പറ്റിച്ച് കൊന്നിട്ടാണെങ്കിലും എൻ്റെ വരുമാനം കൂട്ടണം. ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, മരിച്ചു പോകേണ്ടതാ, ഇതൊന്നും കൊണ്ടുപോകില്ല എന്നൊക്കെ അറിയാം. പക്ഷേ വ കറാഹിയത്തുൽ മൗത്ത്, ആ ചിന്തയെ ഓൻ്റെ മനസ്സിൽ വരുന്നില്ല. കാരണം അത്രക്ക് ദുനിയാവ് അവനെ മോഹിപ്പിക്കുന്നുണ്ട്, അത്രക്ക് ദുനിയാവ് അവനെ വഞ്ചിക്കുന്നുണ്ട്.